നോക്കാം. നടൻ വിനായകൻ പോലീസ് കസ്റ്റഡിയിലായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഹൈദരാബാദ് വിമാനത്താവളത്തിൽ CISF ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറി, അതിനാണ് നടപടി എന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ. വിനായകൻ മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് ആരോപിക്കുന്നുണ്ട്. വൈകിട്ട് 5:30യോടെയാണ് ഈ സംഭവം ഉണ്ടായത്. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് പോകാൻ കണക്ഷൻ ഫ്ലൈറ്റിന് വേണ്ടി ഹൈദരാബാദിലെത്തിയതായിരുന്നു വിനായകൻ. ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ ഏരിയയിൽ ഗേറ്റ് സ്റ്റാഫിനോട് മോശമായി പെരുമാറി എന്നതാണ് അവിടുത്തെ പോലീസ് പറയുന്നത് എന്നാണ് വിവരം. തുടർന്ന് CISF ഇടപെട്ടപ്പോൾ അവരോട് മോശമായി പെരുമാറി. ഇത് ഉന്തും തള്ളിലും കലാശിച്ചു. തുടർന്ന് CISF കസ്റ്റഡിയിലെടുത്ത് ഹൈദരാബാദ് പോലീസിന് കൈമാറുകയായിരുന്നു. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. KB ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീധരൻ, ദൃശ്യങ്ങളടക്കം കാണുന്നുണ്ട്. നേരത്തെയും പോലീസുമായി ബന്ധപ്പെട്ട്, വിനായകനുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ പുറത്തു വന്നിരുന്നു. അത്തരം ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ വലിയതോതിൽ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. ഇവിടെ എന്ത് സംഭവിച്ചു എന്താണ് മനസ്സിലാകുന്നത്? രതീഷ്, ഇപ്പൊ നമുക്ക് ഹൈദരാബാദ് വിമാനത്താവള പോലീസ് സ്റ്റേഷന്റെ CIയുടെ പ്രതികരണം കൂടി അതിൽ ലഭ്യമായിട്ടുണ്ട്. അതിൽ തെലുങ്കിലുള്ള പ്രതികരണമാണ്. അദ്ദേഹം പറയുന്ന അനുസരിച്ച് 5:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഡൊമസ്റ്റിക് ട്രാൻസിറ്റ് വഴി ടെർമിനലിലേക്ക് എത്തിയതായിരുന്നു വിനായകൻ. ഈ സമയത്ത് ഗേറ്റിൽ നിന്നിരുന്ന ജീവനക്കാരോട് അദ്ദേഹം മോശമായി പെരുമാറി, ബഹളം വെച്ചു സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഈ സമയത്ത് CISF ഉദ്യോഗസ്ഥർ ഈ ബഹളം കേട്ട് അവിടേക്ക് എത്തി. ഇതിനിടയിൽ അവരുമായി തർക്കത്തിലായി, ഉന്തും തള്ളുമുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് ഇപ്പോൾ ഹൈദരാബാദ് വിമാനത്താവള പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. നിലവിൽ ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി, പൊതുസ്ഥലത്ത് മോശമായി പെരുമാറി എന്നീ വകുപ്പുകളൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. ഏതായാലും വിനായകൻ മദ്യലഹരിയിലായിരുന്നു എന്നുള്ള ഒരു കാര്യം ആണ്, അല്ലെങ്കിൽ വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. എന്നാൽ നടനോട് ബന്ധപ്പെട്ട വൃത്തങ്ങൾ നേരത്തെ ഇത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും എന്താണ് അവിടെ കൃത്യമായി സംഭവിച്ചതെന്ന് സംബന്ധിച്ച് ഇതുവരെ ഒരു പ്രതികരണമൊന്നും വന്നിട്ടില്ല. സ്റ്റേഷനിൽ വെച്ചും അദ്ദേഹം കയർത്ത് സംസാരിച്ചു എന്നൊക്കെ ഈ ഹൈദരാബാദിലെ ചില മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ വിനായകനെതിരെ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ എത്തിയപ്പോൾ വിനായകൻ എങ്ങനെയാണ്, ഏത് തരത്തിലാണ് അവരോട് പ്രതികരിച്ചത്? അവരുമായി സംസാരിച്ചപ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് സ്റ്റേഷനിലെ ആണോ, എയർപോർട്ടിലെ CISF കസ്റ്റഡിയിലെ ദൃശ്യങ്ങളാണോ? മനസ്സിലാക്കുന്ന സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. CISF കസ്റ്റഡിയിൽ ഉള്ളപ്പോഴുള്ളതല്ല. ഈ വിമാനത്താവളത്ത് പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അവിടെ വെച്ചുകൊണ്ടും അദ്ദേഹം അല്പം പോലീസിനോട് ഉൾപ്പെടെ കയർത്ത് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഒരു വശത്തേക്ക് വിളിക്കുമ്പോൾ തന്നെ അദ്ദേഹം പോലീസിനോട് കയർക്കുന്നൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. ഏതായാലും നിലവിൽ അദ്ദേഹത്തിനെതിരെ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. KB ശ്രീധരനാണ് ആ വിവരങ്ങളും ദൃശ്യങ്ങളും പങ്കുവച്ചത്.